Hallelujah.
ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യക്ഷനാകുമാനെ സ്വീകരിക്കുവാനാകട്ടെ. സകല സൗഭാഗ്യങ്ങളും ഒഴിച്ചുകൊടുക്കുന്ന സഭയിൽ നിരന്തരമായി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. ഇതോടെ എല്ലാവരുടെയും പ്രശ്നമാകുന്നു സകലതയും നാഥമായി ഗ്രഹിക്കും. അധ്യായം 11, 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഒലിവുമരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടുലവിന്റെ മുളയായ നിന്നെ അവിടെ ഒപ്പിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യില്ലെങ്കിൽ നീ ആ ശാഖകളെക്കാൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒപ്പിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരെ ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവു മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. Hallelujah.
നമുക്ക് സദാപൂർവ്വ പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. പരിശുദ്ധ സുവിശേഷം ഞാൻ സാക്ഷാൽ പിതാവുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടെ നിന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയെടുക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിന്നത് നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. നിങ്ങളിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാന്തിക്ക് സ്വയം ആഹാരപ്പെട്ടുവരിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുകയില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയും. ഞാൻ മുന്തിരിച്ചെടിയിൽ നിങ്ങൾ ശാഖകളുമാണ്. ആരെ എങ്കിലും ഞാൻ അവർക്ക് വസിക്കുന്നുവോ അവരെ ഫലപ്പെടുകയും. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവർ ഉറച്ച ശാഖ പോലെ പുറത്തിറങ്ങിപ്പെടുകയും ഉടനെ പോവുകയും ചെയ്തു. അത്തരം കപ്പുകൾ ശേഖരിച്ച് തീയിൽ കത്തിച്ചുകളയും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലപ്പെടുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. വിശ്വസിക്കുന്നവരെ സ്നേഹിക്കപ്പെടുന്ന സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, കൈകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്കുള്ള പ്രവേശിക്കുകയാണ്. സഭ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലം നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതമാകുന്ന രീതിയിൽ നിന്നും കൂടുതൽ ഫലം നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ്. ഫലം നമ്മളെ പ്രകാരം പുറപ്പെടുവിക്കണം എന്നുള്ള ആ ഒരു മെസ്സേജ് നമുക്ക് തരുന്ന വായനകളാണ് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ, പഴയ നിയമ വായനയിൽ, നിയമ പുസ്തകത്തിൽ കർത്താവ് മോശയോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ നിങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങളെ ഞാൻ വിശുദ്ധ ജനമായ കർത്താവിനോട് ചേർന്നുകൊണ്ട് കർത്താവിന്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ഞാൻ നിങ്ങളെ വിശുദ്ധ ജനമായി ഉയർത്തുന്ന കർത്താവ് മോശ വഴി ജനത്തോട് പറയുകയാണ്. ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. റോമാക്കാരുടെ ലേഖനത്തിൽ പൗലോസിന്റെ വാക്കുകളോട് നമ്മൾ വായിച്ചു കേട്ടു. ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ കായികത്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അങ്ങനെ ചേർന്ന് നിന്നാൽ മാത്രമാണ് ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. തുടർന്ന് സുവിശേഷിക്കുക യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. കർത്താവ് സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്. ആ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്ന് നിൽക്കുന്ന ശാഖകളായിരിക്കും നമ്മൾ. ആ തായ്തന്നോട് ചേർന്ന് നിന്ന് ആ ജീവിതത്തിൽ പങ്കുപറ്റിക്കൊണ്ട് തായ്തന്നോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇന്ന് ദിവസഭാഗം നൽകുന്ന ഈ സന്ദേശങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ഒന്നാമതായിട്ട് ഈ വചനം നൽകുന്ന സന്ദേശം ഫലം നൽകാനായിട്ട് നമ്മളെ തന്നെ വെട്ടി ഒരുക്കുക എന്നുള്ളതാണ്. നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടു, ഫലം നൽകുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെട്ടി ഒരുക്കപ്പെടുന്നുണ്ട്. കൂടുതൽ ഫലം കായ്ക്കാനായിട്ട് ആ മുന്തിരിച്ചെടിയെ നമ്മൾ വെട്ടി ഒരുക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളും ഒക്കെ ഒരു തരത്തിലുള്ള വെട്ടി ഒരുക്കലുകളായിട്ട് നമ്മൾ സ്വീകരിക്കണം. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹനങ്ങളും വേദനകളും രോഗങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു വ്യക്തിഗതനായിട്ട് കൂടുതൽ നന്മ പുറപ്പെടുവിക്കാനായിട്ട് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിട്ടുള്ള ഒരു വ്യക്തിഗതനായിട്ട് നമുക്ക് അതിനെ സ്വീകരിക്കണം. എന്നതിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തി ഒരിക്കലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടത്തപ്പെടാം. ഇതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതിനെ ഈ ഒരു പ്രത്യാശയോടെ കൂടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. എന്ത് തരത്തിലുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ അതിന് പിന്നിൽ ഒരു രീതിയിലെ പദ്ധതിയുണ്ട്. നമ്മൾ അനേക വിശുദ്ധരുടെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം ഒരു ഉദാഹരണമാണ്. ഒരുപാട് സഹനങ്ങൾ വിശുദ്ധയുടെ ജീവിതത്തിലുണ്ടായി. വിശുദ്ധ അധികം പാപമൊന്നും ചെയ്തിട്ടില്ല. സ്വന്തം ജീവിതകാല സമയത്തും പാപങ്ങളിൽ നിന്ന് അകന്ന് വളരെ വിശദമായ ഒരു ജീവിതം തന്നെയാണ് നയിച്ചിരുന്നതെങ്കിൽ പോലും ഒരുപാട് സഹനങ്ങൾ, ഒരുപാട് വേദനകൾ, ലോകത്തിന്റെ പീഡകളൊക്കെ കർത്താവ്
പക്ഷെ അതിൻ്റെ ഒരു തരത്തിലുള്ള ഒരു വ്യക്തികളിലായിരുന്നു. ആ വ്യക്തികളുടെ ഫലമാണ് ഭാരതത്തിലെ ആദ്യ വിശുദ്ധിയായിട്ട് നാമം എത്തപ്പെടുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലേവയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈശോ സഭ സ്ഥാപിച്ച ഒരു വിശുദ്ധനാണ്. അദ്ദേഹം ആദ്യം ഒരു പ്രഭു കുടുംബത്തിലെ ഒരു വളരെ സമ്പന്നനായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹം ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങൾക്കുള്ള ഒരു യുവാവായിരുന്നു. ഒരിക്കൽ അദ്ദേഹം യുദ്ധത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിന് ഒരു പറ്റി അദ്ദേഹം ആശുപത്രികളിലായിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദനയോട് കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരുന്നത്. വിശുദ്ധ വായിക്കുകയും കർത്താവിനെ വിളിച്ച് അദ്ദേഹത്തെ സ്പർശിക്കുകയും ചെയ്ത് അദ്ദേഹം കർത്താവിനെ വേണ്ടി തിരിച്ചു പ്രഘോഷിക്കുന്നതിനായി തിരിച്ച് ഈശോ സഭയെ സ്ഥാപിച്ച് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ സഭയിലേക്ക് അദ്ദേഹം വഴിയായിട്ട് നമുക്ക് ലഭിച്ചു. അപ്പോഴേക്കുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ പദ്ധതി ആണ് അല്ലെങ്കിൽ ഈശോയുടെ ഹിതമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ തായ്തനോട് ചേർന്ന് നിൽക്കണം, എന്നാൽ മാത്രമാണ് ഫലപ്രകടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള സന്ദേശം നമുക്ക് നൽകുകയാണ്. നമ്മുടെ കഴിവുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലോ മാത്രം ആശ്രയിക്കുന്നവരാകാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോയുടെ ചേർന്നുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യും. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് നമ്മുടെ തന്നെ കഴിവുകളിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏതെങ്കിലും വ്യക്തികളിലോ വസ്തുക്കളിലോ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് മാത്രം ജീവിക്കുമ്പോഴാണ്. അവയ്ക്ക് ഒരു പരിമിതിയുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിയുണ്ട്. എന്നാൽ കർത്താവായ ദൈവം അദ്ദേഹം സർവശക്തനാണ്. അപ്പോൾ ആ ഒരു സർവശക്തിയെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ എന്ന സുഭാഷിതം 3:6 പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വചനത്തിന്റെ ശക്ത ആ ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഈശോയോട് ചേർന്നതുകൊണ്ട് കായികനായ കർത്താവിനോട് ചേർന്നതുകൊണ്ട് ശാഖകളായിട്ട് ഫലപ്പെടുകയായിട്ട് നമുക്ക് സാധിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കേൾക്കുന്നത് കർത്താവിന്റെ വചനങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വചനം പാലിക്കുക എന്ന കർത്താവ് നമ്മളോട് പറയുകയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നതിന് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വചനത്തിൽ വായിക്കുകയും ഈശോയുടെ വചനം വായിച്ചാൽ കർത്താവിൻ്റെ വാക്കുകൾക്കനുസരിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കർത്താവിനോട് ചോദിക്കുവാനെന്ന് ധൈര്യപൂർവ്വം ചോദിക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അത്രയും വലിയ ഓഫർ കർത്താവ് നമുക്ക് തരികയാണ്. അപ്പോൾ ഈശോയുടെ ആ വചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഗൈഡ്ലൈനാണ്, നമ്മളെ നയിക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ശക്തി നമ്മുടെ ഈ വചനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119:105 പ്രകാരമായിട്ടുണ്ട്. അങ്ങനെ വചനത്തിന്റെ പാതയിൽ വിളക്കും പാദത്തിന്റെ പ്രകാശവുമാണ്. ഈശോയുടെ ഈ വചനം അത് നമ്മുടെ പാതയിൽ വിളക്കമായിട്ടും നമ്മുടെ പാദത്തിന് പ്രകാശമായിട്ടും ഓരോ മുന്നോട്ട് വയ്ക്കുവാനുള്ള വലിയ പ്രകാശമായിട്ടും മാറും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഈ വചനത്തിനനുസൃതമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നയിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ വചനം നൽകുന്ന ഈ സന്ദേശങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. കൂടുതൽ ഫലം കഴിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യക്തി ഒരുത്തരികളെ നമ്മുടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മൈത്രനായ ഈശോയോട് ചേർന്നുകൊണ്ട് കർത്താവിന്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമോ അത്രത്തോളം അവരെ സ്നേഹിച്ചുകൊണ്ട് ആ വചനങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവങ്ങളെ എല്ലാവരെയും സുഖമായിട്ട് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ സാധ്യപ്പെടുന്ന കർത്താവേ ഞങ്ങളുടെ വീട്ടുകാരുണ്ടാവുകയെ പ്രവേശിക്കാം. നിന്റെ വിടുകയും രക്തസാക്ഷികൾ ചൂടുന്ന പരിപോഷിക്കുകയും ചെയ്ത സമയം പ്രയാസങ്ങളെ നേരിടുന്നതിനും പരീക്ഷിക്കുന്നത് ദൗത്യം വിജയപ്രദമായി തുടരുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമയം ശ്രദ്ധിക്കുവാനും അവിടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളിയാകാനുള്ള സന്നദ്ധ ദൈവത്തിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകളിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യത്തിൽ വിശ്വാസത്തിൽ അവയെ പരിപോഷിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്ത്രീധന്മാരും പ്രവാചകന്മാരുമുള്ള അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പരീക്ഷകളാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവിദ്യാനുസൃതമായി സുവിശേഷ ജീവിതത്തിൽ നീതിമാന്മാരോടൊപ്പം സ്വർഗരാജ്യത്തിലാകാൻ ഞങ്ങൾ അതിലേക്ക് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വീകരണ സൗകര്യത്തിനായ ഞങ്ങളുടെ പരിശുദ്ധിതാവും മാനസഭാപയും ഞങ്ങളുടെ സമയങ്ങളുടെ പിതാവും നഗരമായ വേദനാധ്യക്ഷം റാഫേലായി ഞങ്ങളുടെ നിർബന്ധശായി ഞങ്ങളുടെ പിതാവോട് അധ്യക്ഷമായ മാർപ്പിയും പലരാമന്മാരെയും ആത്മീയ നൽകിയ ദൈവം ഞങ്ങൾ അപേക്ഷിക്കുന്നു.
നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളായ വാക്കുകളെ വെച്ച് കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായ പ്രേക്ഷിതരെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും വിശുദ്ധതയോടുകൂടി സഭയെ ശുശ്രൂഷ ചെയ്യുന്നതിനെ മഹത്വപ്പെടുത്തുവാൻ പ്രേക്ഷിതങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിലേക്കും ആധാരമേ. അവിടുത്തെ വാഴ്ത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പാത്രമായും വേദനാശുഷമാരും ഭദ്രാപരിതമാരും ഭദ്രാത്മകമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരെ ഓർമ്മയെ പ്രാർത്ഥിക്കുകയും മെസ്സിയുടെ സ്നേഹിതരും വിശ്വാസികളുമായ ഭരണാർത്ഥങ്ങളെയും സത്യവിശ്വാസം വരച്ച് ഈ ലോകത്തിൽ കൊണ്ടുപോയ എല്ലാവരെയും അനുസരിക്കുകയും മെസ്സിയുടെ കൃപയാൽ ഈ വലിയ സഹായം രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവൻ കാരണമാകട്ടെ. ഞങ്ങളുടെ
പരിശുദ്ധരുടെ കർത്താവിനെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപ്പെടുന്നത് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമ്മതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നടക്കുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് നിശബ്ദനായി ഏകാഗ്രതയും ഭക്തിയോടെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. താനെ
സ്വർഗ്ഗത്തിലേക്ക് ആരാധന പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കൈകളുയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ഈ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രധാനത്തെ ആശ്രയിച്ച് ക്രിസ്തുദാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടും പുതിയ ഉടമ്പടിയുടെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങളെ നാം ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഈ ഓർമ്മയ്ക്കായി ശ്രമിക്കും. പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത സ്വഭാവം സ്വീകരിക്കുകയും അത് പരിശോധനകളെ ജീവിക്കുകയും ചെയ്തു. ഭാവികാലങ്ങളെ വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ഈശ്വരങ്ങളെ പരാശരാൻ ഞങ്ങളുടെ കഠിനമായ പ്രതിയും ചെയ്തു. നീ ഞങ്ങളുടെ എല്ലാ സഹായങ്ങളുമായി ഞങ്ങളുടെ സ്തുതി ബഹുമാനം പ്രകൃതിമാരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സഭയുമായ വിശുദ്ധ സഭകളെ വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാസികളുടെയും സ്നേഹമാനെയും സംശയങ്ങളുടെ ബഹുമാനത്തിനും അങ്ങയുടെ വിശുദ്ധമായ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. അങ്ങനെ കാര്യത്തെ പ്രയാസപ്പെടുന്ന ഈ ചിലത്തിലും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. അങ്ങനെ വിശുദ്ധ ശരീരത്തെ സുവിശേഷം വഴി വിശുദ്ധമായ സജീവവും ജീവദായകമായ പരിശുദ്ധ സഭയുടെ സന്താനമായ എല്ലാവർക്കും വേണ്ടിയുള്ള സമാധാനം നമ്മോടുകൂടെ.
കടുത്ത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രക്ഷകനെ ഒരുപാട് ദിവസങ്ങളെ നമുക്ക് നാമം അജ്ഞാതമായി സമർപ്പിക്കാം. അനുസരണത്തോടെ അവരാധനും പാപങ്ങളും ശ്വാസം സഹോദരനും ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ സ്ഥലത്തിലെ ചെയ്യാം. പിന്നെ പഠിച്ച് നമ്മുടെ മനസാക്ഷി സ്വീകരിക്കാം. ശത്രുതയും വിദേശത്തു നിന്ന് നമ്മുടെ ആത്മാവിനെ മുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടെ ഇതിനെ സങ്കല്പം കർത്താവേ, ഇവരുടെ ശരീരങ്ങളിലും ആത്മാവിനെ രക്ഷിക്കാനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മെ വിശദീകരിക്കാൻ സ്വന്തം ശരീരത്തിൽ മാറ്റമുള്ളതാകുന്നു. സഹോദരനെ വരവിൽ മാലാഖമാർ പോലും ഭയഭക്തി ഉപേക്ഷിക്കുന്ന ഈ രഹസ്യം വിശ്വാസം കൊണ്ടിരിക്കാം.
കഴിഞ്ഞ ഞായറാഴ്ച സൗത്ത് വെട്ടിലായപ്പള്ളിയിൽ 19,975, പ്രസവമാതപ്പള്ളിയിൽ 3,715. ഇതിലെ കുടുംബസമ്മേളനങ്ങൾ 5 മണിക്ക് സഹായമാല വട്ടാമ്പള്ളി ഡൊമിനിക്കിന്റെ ഭവനത്തിൽ വെച്ച്, 6 മണിക്ക് ആഞ്ഞിലം ഹോളി സ്പിരിറ്റ് കുന്നമ്പലത്ത് പുത്തൻകരയിൽ ആഞ്ഞിലം ഭവനത്തിൽ വെച്ച്, 6:30 ചാലി സെന്റ് ജോസഫ് യൂണിറ്റിലെ കാഞ്ഞിക്കൽ പോളിന്റെ ഭവനത്തിൽ വെച്ച്, അടുത്ത ഞായറാഴ്ച കുടുംബസമേതം 6 മണിക്ക് ആഞ്ഞിലം പോളിടെക്നിക് യൂണിറ്റിൽ വടക്കേടത്ത് ജോസഫ് ഭവനത്തിൽ വെച്ച്, 3:30 ടൗൺ പ്രസാദമായ യൂണിറ്റിലെ കൂട്ടത്തിൽ പുല്ലാങ്കുളം അപ്പച്ചിയുടെ ഭവനത്തിൽ വെച്ച്. ഈ ആഴ്ചയിൽ വേദനയുള്ള കുടുംബങ്ങൾ കോടതിപടി സിംഗ് അൽഫോൻസാണ്. തിങ്കളാഴ്ച റാണി മാണി കൽവിയിൽ, ചൊവ്വാഴ്ച സെബാസ്റ്റ്യൻ മുതുകാട്ടിൽ, ബുധനാഴ്ച തങ്കച്ചൻ ചേരമാറ്റശ്ശേരി, വ്യാഴാഴ്ച മാത്യു കുട്ടനാടി, വെള്ളിയാഴ്ച അന്നക്കുട്ടി വടക്കേത്, ശനിയാഴ്ച ജോസ് കുട്ടനാടി. അടുത്ത ശനിയാഴ്ചയാണ് പാലക്കാട് രൂപത സുവർണ ജൂബിലി മണ്ണാർക്കാട് പ്രവർത്തന സംഗമം നമ്മൾ ആചരിക്കുന്നത്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:15 നമ്മൾ പ്രധാനം സ്വീകരിക്കും. അതിനുശേഷം 2:20 അതിനുശേഷം ചായ നൽകാനുണ്ടായിരിക്കും. പിന്നീട് 4:00 നമ്മൾ ലൈഷോണിൽ വെച്ച് കുറച്ച് സമയമോ തുടർന്ന് സ്നേഹവേദന നടത്തുന്നതായിരിക്കും. നമ്മുടെ ഇടമാക്കൾ എല്ലാവരും ദയമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാഹയിൽ മറ്റു പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളും നമ്മുടെ ഇടവകയിൽ നിന്നും ലൈബ്രറി സ്വീകരിച്ച വൈദികർ, സിസ്റ്റേഴ്സ്, അതുപോലെ പ്രത്യേകം ആദരിക്കപ്പെടുന്ന എല്ലാ വ്യക്തിത്വങ്ങളും അതിൽ പങ്കെടുക്കുന്നതാണ്. എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുന്നു. അതിലേക്കുള്ള വാർത്ത പിരിവുകൾ നിങ്ങൾ തന്നെ കഴിവുകൾ എത്തിക്കേണ്ടതാണ്. നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാം. കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കർമ്മമാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് പ്രീതിമധുരവും അതുപോലെ തന്നെ വ്യക്തിക്ക് അനുസരിച്ച് ലഭിക്കുന്ന നേതൃത്വത്തെ സ്വീകരിച്ചതിന് ശേഷം എല്ലാവരും പോകാമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളെ പോഷിപ്പിച്ചതിന് നന്ദി പറയുന്നു. അവരുടെ ദാനത്തെക്കുറിച്ച്
സ്തുതിക്കുവാനും സ്വർഗവാസികളോട് ചേർന്ന് പുകഴ്ത്തുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. രക്ഷകനാഥനായ സ്വച്ഛനായ സുദൃഢവും പരിശുദ്ധവും ജീവനായകവുമായ രഹസ്യങ്ങൾ ഈ ഞങ്ങളുടെ കടനാഭാവങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസത്തോടെ വിധേയനായി ജീവിക്കുവാനും പ്രത്യാശയോടെ നാം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സകലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യ സൗഹാർദ്ദം സകലതയും ദിവ്യ ജീവിതങ്ങളെ നമ്മെ പരിപോഷിക്കുകയും ചെയ്തമായ ശിവമാകട്ടെ. അതിന്റെ ജീവിത സാഹചര്യങ്ങളിൽ സുശേഷിയുടെ സാക്ഷ്യമായിട്ടുവാൻ അവിടെ നിങ്ങളെ ശക്തനാകട്ടെ. വിശ്വാസത്തിന്റെ പ്രാർത്ഥനയും പരിശുദ്ധമായ ജീവിതം നയിച്ച് സഭയും ദിവ്യരഹസ്യങ്ങൾ പങ്കുചേരാൻ നിങ്ങളെ അവിടെ സൗഭാഗ്യത്തിന് യോഗ്യനാക്കട്ടെ. സജീവമായ എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതമാകട്ടെ. ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പുതിയ ജൂബിലി പരിശുദ്ധപ്പെട്ട നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്ഥാപിച്ചു നൽകി സ്നേഹന്മാരെ നമ്മുടെ പിതാക്കന്മാരെയും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുമെങ്കിൽ നിരന്തരം അധ്വാനിക്കുന്ന വൈദിക സമർപ്പിത സമൂഹത്തിൽ സുവിശേഷ ശുശ്രൂഷയുടെയും വിശ്വാസത്തെ കൂട്ടായ്മ സജീവമായ ലോകമായ പ്രേക്ഷകരെയും സഹോദരങ്ങളെയും ഞങ്ങളെ കൂടി അന്വേഷിച്ചു. യാവരണീയമായ എല്ലാം പോലെ രൂപയുടെ സുവർണ ജോലി അനുഭവങ്ങളെ ആഘോഷിക്കുവാൻ നമ്മെ സഹായിക്കണം. ഞങ്ങളുടെ പദ്ധതികളെയും അധ്വാനങ്ങളെ പ്രത്യേക ഭാഷകൾ ചെയ്യിപ്പിക്കണമേ. നവീകരിക്കുന്ന വിശ്വാസ സമൂഹമായി വളരുവാനും തീക്ഷ്ണതയോടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളുടെ കൃപകളെ ഞങ്ങളുടെ വിശുദ്ധമായ ഞാൻ നയിക്കട്ടെ. ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യപ്രത്യാശയമായ സ്ഥലത്തിലെ ദൈവിക കൂട്ടായ്മയെ പങ്കാളികളാകുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം കാണും. ഞങ്ങളുടെ ഉപദേശമായ യൂസഫിതാവേ വിശുദ്ധമായ